ഹലോ, ഇന്ന് നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതേ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പൂ, പട്ട, കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ. അപ്പോൾ ഇതേ ഞാൻ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ശകലം കുരുമുളകും കൂടി ഇട്ടിട്ട് അത് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്താലോ? അപ്പോൾ ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി അല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മാറ്റി വെക്കാം. ആറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട, അങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. വെള്ളവും ചേർക്കുക, അരച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് വരുന്നത്. ഇനി ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നീളത്തിലരിഞ്ഞ് സവാള ഇട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഇട്ട് ഒരല്പം ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി വഴണ്ടി വരും. അപ്പോൾ അത് ഞാൻ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ. അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു പച്ചമുളകും ഞാൻ കീറിയിടുന്നുണ്ട്. അതും കൂടി ഇട്ട് ഒരുപാട് ഞാൻ എരിയൊന്നും ആക്കുന്നില്ല. പിന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. ചിലവർ ഇതിലേക്ക് ഉരുളൻകിഴങ്ങുമൊക്കെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉരുളൻകിഴങ്ങൊന്നും ചേർക്കുന്നില്ല. ഉരുളൻകിഴങ്ങൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ അരപ്പിനകത്ത് എല്ലാം ചേർത്തുകൊണ്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല പൊടികളിപ്പം. ഇനി ഒരു തക്കാളിക്ക് അങ്ങോട്ട് ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വാടി വരുന്ന വരെ ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് തക്കാളി എല്ലാം ഒന്ന് വാടിയ ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ അരപ്പ് മൊത്തം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഉള്ളിലേക്ക് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്നില്ല, ഞാനൊരു അരമണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കന് വിട്ട് നമുക്ക് ഇനി ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഇതേ ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു 10-15 മിനിറ്റോളം അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ അല്പം ചിക്കൻ മസാല, ഒരല്പം ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് വറുത്തരച്ച ചിക്കൻ കറി. ലാസ്റ്റ് വേണമെങ്കിൽ കറിവേപ്പിലയുടെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ കൂടെ ചേർക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. ഇപ്പം നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ച് വേവ് കാണും. ഇതിപ്പോൾ സാധാരണ നമ്മുടെ ചിക്കൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടിയത്. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. ഞാനിപ്പോൾ ഇതിലധികം ഗ്രേവി ആയിട്ട് ചേർത്തിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.